ഹായ്. കാരം ശൈത്യമോളെ സുഖമാണോ? ഏറിലിങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കില്ലയോ, അപ്പം പിന്നെ പറയാൻ പറ്റത്തില്ല. വീണ്ടും ഏറി കയറാൻ തന്നെയാണോ ഉദ്ദേശം? മാരാര് പൊട്ടിയാൽ എന്ത് ചെയ്യുമെന്നോ? മാക്രി കരയുമെന്നോ? ശൈത്യ കരയത്തില്ലെന്നോ? ശൈത്യ അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നു. നമുക്കങ്ങ് അത്ര ഉള്ള ഇതൊന്നും ഇല്ല കേട്ടോ. നമുക്കതുകൊണ്ട് ആധികാരികമായിട്ടൊന്നും പറയാനും അറിയത്തില്ല. എന്നാലും പറഞ്ഞു പോവുക. മാരാര് പണി ഒന്ന് മോശപ്പണിയാണോ? ചെണ്ട കൊട്ടൊരു മോശപ്പണിയാണോ? അതും ഒരു കലയല്ലേ? കലയല്ലേ അതും? ആന്ന്. ചെണ്ട കൊട്ട് എത്രയോ പേര് ആഗ്രഹിക്കുന്നു ചെണ്ട കൊട്ടി പഠിക്കാൻ. നിങ്ങളൊക്കെ ഒരു അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ചെന്ന് നിൽക്കുമ്പം ദീപാരാധന സമയം, ഉത്സവ സമയം, പിന്നെ എവിടെയെങ്കിലും ഒരു ഫങ്ഷൻ, ഇതിങ്ങനെയൊക്കെ വരുന്നിടത്ത് എവിടെല്ലാം ചെണ്ട കൊട്ടുന്നു. നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിങ്ങളൊക്കെ തൊഴുമ്പം ദീപാരാധന സമയത്ത് ചെണ്ട കൊട്ടത്തില്ലേ? ചിലയിടത്ത് ചെണ്ട കൊട്ടുന്നിടമുണ്ട്, ചിലയിടത്ത് ചങ്ക് ഊതുന്നിടമുണ്ട്. അത്ര മോശപ്പണിയാണോ? നിങ്ങൾ അഡ്വക്കേറ്റാണെന്നാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ നിലവാരമൊന്നും നിങ്ങളിലില്ല കേട്ടോ. ഇത്രയും കൂതറയായിട്ടൊരു പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊരു തെറ്റ് പറ്റിയ ആ തെറ്റ് നമ്മൾ തെറ്റെന്ന് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ബിഗ് ബോസിലോട്ട് വന്ന് അവിടെ ജനങ്ങളിൽ ആ ബിഗ് ബോസുകാരല്ല തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വോട്ട് കുറഞ്ഞ് നിങ്ങൾ പുറത്തു പോയി. നിങ്ങൾ പുറത്ത് പോയി കിടന്ന് മെഴുകിയിട്ട് ഇങ്ങോട്ട് വന്ന് അവിടെ നിങ്ങൾക്ക് പറ്റാവുന്ന കുത്തിത്തിരിപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തിരിച്ചും അകത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുവാ കാണിച്ചു കൂട്ടിയത്? എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനുണ്ട്, എനിക്ക് പുറത്തൊരു ഭാവിയുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ അവിടെ നിങ്ങൾ ആ ബിഗ് ബോസ് നിങ്ങളാണ് അത്തരം വിഷയം അവിടെ ഉണ്ടാക്കിയത്. ആരും വിഷയം ഉണ്ടാക്കിയില്ല, സംസാരിച്ചില്ലെന്നും പറയുന്നില്ല. ആദിലെ നൂറയും അനുവായിട്ട് പല പ്രശ്നങ്ങളോടെ ഉണ്ടാവും. വീണ്ടും ഒന്നിച്ചവർ നല്ല ഫ്രണ്ട്സായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നീ ഒരുത്തി വന്ന് അത് മൊത്തം നശിപ്പിച്ച്. എല്ലാവരും ശാരിക പിന്നെയൊക്കെ എന്ത് ഇതായിട്ട് കണ്ട ഒരു ആൾക്കാരാണെന്നറിയാമോ? അവരൊക്കെ ഇത്രയും പിന്നെ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് പറയാനില്ല. അവിടെ ചെന്നിരുന്ന് ഒരാളുടെ കൂടെ ഇരുന്ന് നല്ലത് പറഞ്ഞിട്ട് ഈ മാറിയിരുന്ന് അങ്ങോട്ട് വന്നിരുന്ന് ഓരോന്ന് പറയും. അത് തന്നെ ആതിരയും നൂറയൊക്കെ തന്നെ എന്ത് അവിടെ ചെയ്ത ജോലികൾ അവർ ഗെയിം കളിച്ചായിരിക്കും. അന്ന് തന്നെ ഒരു ആഹാരത്തിൻ്റെ പ്രശ്നത്തിനോട് വഴക്ക് കൂടി. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഈ ആഹാരത്തിന് വേണ്ടി വഴക്ക് കൂടുന്നു. അന്ന് തന്നെ ഒരു തോരൻ വെച്ച് അതെല്ലാവർക്കും ആ ചോറിനനുസരിച്ച് കൊടുത്തു. അടുത്ത ചോറ് കഴിക്കുമ്പം അതെടുത്ത് നിങ്ങൾക്ക് കഴിക്കാം, അന്നേരം ഇത്തിരി വേണ്ടായോ? അതിനു വേണ്ടി വെച്ചിരുന്നപ്പം എന്തൊക്കെയായിരുന്നു അന്നോട് ഉണ്ടായത്? നമ്മളൊക്കെ ഒരു വീട്ടിലൊരു കറിയോ ഒരു ചോറോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നമുക്ക് കഴിക്കാനൊരു പാത്രത്തിലെടുക്കുമ്പോൾ നമ്മൾ മൊത്തവും കൊടുത്താൽ കമത്തുമോ? ഇല്ലല്ലോ. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ബാക്കിയോടെ വെക്കും. അങ്ങനെ അത്രേ അനു പറഞ്ഞുള്ളൂ. അടുത്തതിന് ചോറ് ഇരിപ്പുണ്ടോ, അടുത്ത ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഈ കൂട്ടാൻ എടുത്ത് കഴിക്കണ്ടായെന്നല്ലേ ചോദിച്ചോളൂ. ഇത്രേ നിങ്ങൾ ദുഷിച്ച് പറഞ്ഞാലും എല്ലാവർക്കും വേണ്ടി പോയി ആഹാരം ഒരുക്കും. അന്ന് തന്നെ നിങ്ങൾ 25ഓളം പേര് നിങ്ങൾ അവിടെ കയറുക. നീ ഓരോരുത്തടുത്തും ഇരുന്ന് നീ അങ്ങ് PR പുറത്ത് നീ PR കളിച്ചിട്ട് അകത്ത് കയറിക്കൊണ്ട് നീ ഓരോരുത്തടുത്തും നിൻ്റെ ഭാഗം ചെയ്യിക്കാൻ വേണ്ടി നീ ഓരോരുത്തരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് 25 പേർക്കും ആഹാരം ഒരുക്കിയതിനും അവിടെ കരഞ്ഞും വിളിച്ചും നിലവിളിച്ച് ഓരോരുത്തരുടെയും മുമ്പിൽ ചെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ചേച്ചിയുടെ നമ്പറാണ്. നമ്മളായാലും നമുക്കൊരു ഫോണൊന്നും ഒരിടത്തൊക്കെ കൊണ്ട് കയറാൻ പറ്റാത്തടത്ത് നമുക്കൊരു 100 ദിവസം ഒരിടത്ത് കിടക്കുമ്പോൾ നമ്മൾ ഭയങ്കര പിരിയാൻ പറ്റാത്ത കൂട്ടുകാരാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്പറുകൾ കൈമാറും. ആ നമ്പർ നീ തിരിച്ച് ആതിലെ പോയപ്പോഴേ പറഞ്ഞ് ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന്. പക്ഷേ അത് അക്ബറിനെയും കൂടെ പറഞ്ഞ് തിരിപ്പിച്ച് അക്ബർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അത്രയ്ക്കും ഇതായിട്ട് അക്ബർ പോയി പറഞ്ഞ് തിരിപ്പിച്ച നിൻ്റെ ആ കഴിവുണ്ടല്ലോ അക്ബറെ നൂറെ ഇവരെ എല്ലാം നീ പല തട്ടാക്കി തിരിപ്പിച്ച നിൻ്റെ ആ കഴിവുണ്ടല്ലോ. ഇതിന് നിന്നെ കഴിവെന്നൊന്നും അല്ല പറയുന്നത്, അതിന് മേലാണ് പറയേണ്ടുള്ളത്. പിന്നെ ആതിര എടുത്ത് നടന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴും ആതിര പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അവളാ എഴുതിയ നമ്പരാന്ന് തോന്നുന്നു എടുത്ത് മറച്ച് പിടിച്ചു കൊണ്ടുവന്ന്. അതാ പറഞ്ഞത്, സത്യമേ ജയിക്കൂ എവിടെ. അത്രയും നാൾ അതിന് കുറേ മാസം ഒരു മാസത്തിന് മുമ്പ് വരെയും, ഒരു മാസമല്ല ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ വരെയും അനീഷേട്ടനാണ് വോട്ടിൽ ലീഡിങ്ങായിട്ട് നിന്നത്.
നിങ്ങൾ ഒരു അന്ന് അന്ന് തന്നെ ആരെ ചെയ്യാത്തത്, ആരെ സങ്കടപ്പെടാത്ത അന്ന് രാത്രിയിൽ ആ കുഞ്ഞ് സത്യം പറഞ്ഞ നീ ആയിരുന്നെങ്കിലും നിനക്കിത് ഒരു സാഹചര്യം വരുമ്പോൾ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്ര പേരുടെ മുന്നിൽ ചെന്ന് കരഞ്ഞ് പറഞ്ഞെന്നറിയാമോ? ആരും കേട്ടില്ല. അത് അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് ഇത്രയും ആയിട്ടും ഒരു മനസാക്ഷിയില്ലാത്ത മനുഷ്യരായിപ്പോയല്ലോ എന്ന്. അവളുണ്ടാക്കി തന്ന ഭക്ഷണവും കഴിച്ച് അവളെ ഇട്ട് കുത്തുമായിരുന്നു അതിനകത്ത് കിടന്ന്. സമ്മതിക്കണം. നീ പറഞ്ഞല്ല ഞങ്ങൾക്ക് അനുവിനെ അറിയാമെന്ന്. അനുവിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് സീരിയലിലും അല്ലാതെ എല്ലാം ഒരുപാട് എടുത്ത് അനുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും ഞങ്ങളും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കാണുന്നവരാണ്, ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ബിഗ് ബോസ് എന്ന് പറയുന്ന ലോകം മുഴുവനും ജനങ്ങൾ അംഗീകരിച്ച ആ ഒരു ബിഗ് ബോസ് പരിപാടി ഒരിത് കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ സീരിയലിലും സിനിമയിലും അല്ലാതെ എല്ലാം കാണുന്ന നിങ്ങൾ ഓരോരുത്തർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിന് വലിയ ഉപകാരം. നിന്നെയും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ട് ഒരു സ്റ്റേജിൽ കയറി ആയിക്കോട്ടെ. നമ്മൾ ചെല്ലുമ്പോൾ ആദ്യമേ നല്ല ഫസ്റ്റ് മേടിക്കും, പിന്നെ നമ്മൾ പിന്നത്തേനും ഫസ്റ്റ് മേടിക്കും. ചിലപ്പോൾ 5 വട്ടം ഫസ്റ്റ് മേടിച്ചു തന്നിരിക്കും. 6ാമത്തെ വട്ടം നമുക്കിത് കിട്ടണമെന്നുണ്ടോ? എന്തെങ്കിലും ഒരിത് കാണും നമുക്ക്. എന്തെങ്കിലും അതിൽ ഈ 6ാമതും നിങ്ങൾ കളിച്ച് ഫസ്റ്റ് മേടിക്കുമ്പോൾ അതിലും ഫസ്റ്റ് നല്ലോണം കളിച്ച ഒരു ടീം അവിടെ കാണും. അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റായിട്ട് ഇരിക്കുന്നവർക്ക് അവർ ജഡ്ജ് ചെയ്യുമ്പം ഇതുവരെ നിങ്ങൾ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളവർ അതിനേക്കാളും നല്ല രീതിയിൽ ഒരാൾ കളിക്കുമ്പം അവർക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ജോലിയാണ്. അതവരാ തെറ്റും കുറ്റങ്ങളും പറഞ്ഞാണ് നമുക്ക് തരുന്നത്. പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ കൊണ്ട് അവർക്ക് മാർക്കിടുന്നത്. ആ ഒരു ട്രോഫി നിങ്ങളുടെ കയ്യിൽ തന്നപ്പോൾ നിങ്ങളത് വേണ്ട. നിങ്ങൾക്ക് ചെല്ലുന്നിടം മൊത്തം നിങ്ങൾ അമ്മയും മോക്കും ഫസ്റ്റ് വേണോ? അങ്ങനെ എവിടെയെങ്കിലും നടക്കുമോ? എവിടെയായാലും നടക്കുമോ? എല്ലായിടത്തും ഇങ്ങനെയാണ്. ഏതൊരു മത്സരത്തിനും ഒരു തോൽവി ഒരു ജയമുണ്ട്. അത് നമ്മളൊരു മത്സരത്തിന് പോകുമ്പോൾ ഇനിയെങ്കിലും ഒരു മത്സരത്തിന് ഒരു പരിപാടിയിലോ പോകുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഒരു പരിപാടി നമ്മൾ നടത്തുക. ആ ഒരു മത്സരമായിട്ട് കാണണം. എനിക്കേ അവിടെ ഫസ്റ്റ് കിട്ടത്തുള്ളൂ, എനിക്കത് ഫസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ മത്സരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നമുക്കത് കിട്ടാതെ വരും. നമുക്കത് കിട്ടാതെ വരും. അതിനിങ്ങനെയൊക്കെയാണോ? എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ ബോധം കിട്ടി വീഴൊക്കെ എന്തൊക്കെയാണ്. നമ്മൾ എന്തോ പറയണ്ടുള്ള നിങ്ങളുടെ അടുത്തൊക്കെ പിന്നെ ഇറങ്ങി വന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇറങ്ങി വന്ന് കിടന്ന് മെഴുകുക. നീ എത്ര മെഴുകിയാലും എങ്ങനെ മെഴുകിയാലും പിന്നെ നിന്നെ അങ്ങ് ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. നീ കഴിക്കുന്നവണൊക്കെ എല്ലാവരും ആഹാരം തന്നെ കഴിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളൊക്കെ ഒരു പരിപാടിയിൽ വന്ന് കോമഡി സ്റ്റാറിലൊക്കെ നിങ്ങളെ കണ്ട് അല്ലാതെയൊക്കെ നിങ്ങൾ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ വന്ന് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് നീ പറഞ്ഞ 3.5 ലക്ഷം രൂപയുടെ ഒരു മത്സരത്തിന് 6 ലക്ഷം നിങ്ങൾ ചിലവാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അനു 12 ലക്ഷം 15 16 ലക്ഷം കൊടുത്ത് PR കൊടുത്ത് കയറിയെന്ന് നീ പറയുന്നത് അനുവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അതിനു മുമ്പേ അവർക്ക് ഇഷ്ടംപോലെ ഓരോരുത്തർ എന്തായാലും അനുവിൻ്റെ അത്രയും ഇത് ആയിട്ടില്ല. അനു എല്ലായിടത്തും പോയി ഉദ്ഘാടനത്തിനും സീരിയലിലും അതിനും ഇതിനും ഒക്കെ ഉണ്ട്. ഒരു വണ്ടി വാങ്ങിച്ചതിനെ കൂടി നീ അതിനകത്ത് നിന്ന് പറഞ്ഞില്ല. അവർക്ക് കടമൊന്നുമില്ല, വീടിൻ്റെ കടവില്ല, കാറിൻ്റെ കടവില്ല, ഒന്നിൻ്റെയും കടവില്ല. അവിടെ കട മൊത്തം വീട്ടാനുള്ള പണം നീ കൊടുത്തോ? കഷ്ടപ്പെടുന്നതേ അത് ഇച്ചിരി പാടുള്ള ജോലിയാണ്. കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചെല്ലുന്ന ഉടനെ അങ്ങ് ഫസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞൊന്നും നിങ്ങളൊക്കെ നമ്മൾ ആദ്യമേ നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാർ, ഒരറിയാൻ വയ്യാത്ത കുഞ്ഞിനൊരു അക്ഷരം ചൊല്ലിക്കൊടുക്കുന്ന നമ്മുടെ ഗുരുവാണ് അവർ. അതുപോലെ തന്നെ അറിവുള്ള അമ്മമാർക്കായാലും എത്ര ഒരറിവും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുന്നതും അവർ ഗുരുക്കൾ തന്നെയാണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അത്രയും നാൾ നിങ്ങൾ അമ്മയും മോളും കൂടെ കളിച്ച ആ സ്റ്റേജ് ഉണ്ടല്ലോ, നിങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് നിങ്ങൾ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞത്. ഇത് കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ? എൻ്റെയൊക്കെ കുഞ്ഞുനാളിലേ പഠിക്കാനും ഞാൻ പണ്ടേ മോശം, നമുക്കത്ര ഇതൊന്നുമില്ല, വലിയ പഠിത്തത്തിൽ വലിയ. പക്ഷേ ഞാനും എൻ്റെ കുഞ്ഞുനാളിൽ ഒരുപാട് പരിപാടിയിലൊക്കെ ചേർന്ന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഞാൻ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയൊരു വ്യക്തിയാണ്. അന്നൊക്കെ ഞങ്ങളുടെ കൈ പിടിച്ചുയർത്താനും കരം പിടിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഒരുപാടടുത്ത് പോയി നിന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഒന്ന് ആരെങ്കിലും കൈപിടിച്ച് ഉയർത്തിയെങ്കിൽ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ആയേനായിരുന്നു. പക്ഷെ അങ്ങനെ കിട്ടാത്ത എത്ര കുട്ടികളും ഉണ്ടെന്നറിയാമോ? എത്ര ചേട്ടന്മാരുണ്ടെന്നറിയാമോ? എത്ര ചേച്ചിമാരുണ്ടെന്നറിയാമോ? നിങ്ങളൊക്കെ
ഒരു കച്ചവടമാക്കി കാണുന്നതാണ് നിങ്ങളെയൊക്കെ രീതികൾ കണ്ടിട്ട് പറയാതെ തന്നെ നിങ്ങളത് ജനങ്ങൾക്ക് മുമ്പിൽ അത് കാണിച്ചു തരിക കേട്ടോ. മാരാപ്പണി എന്തോ അത്ര മോശപ്പണിയാണോ? ചെണ്ട കൊട്ടുന്ന അത്ര മോശമുള്ള കാര്യമാണോ? ചെണ്ട കൊട്ടിയ മാക്രി കാര്യം പറയുന്ന കേട്ടുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഏറ്റവും വലിയ PR നീയാ. നീ അങ്ങ് മെഴുകുക കിടന്ന്. നീ എത്ര മെഴുകിയാലും ഒരാൾ ജയിച്ച് ആ ആൾ ഒരു ട്രോഫി കിട്ടിയപ്പോൾ അനു അതുവരെ അനു പോലും അറിഞ്ഞില്ല അനുവിനെ ഫസ്റ്റ് കിട്ടുന്നതെന്ന്. അതുവരെയും ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് അനീഷേട്ടനായിരിക്കും കിട്ടണേന്നുള്ളത്. പക്ഷേ അനുവിന് കിട്ടിയപ്പം നിൻ്റെ ഒരവസ്ഥ, നീ അവിടെ ഇരുന്ന ഒരു 1-2 പേരുടെ അവസ്ഥ ശരിക്കും കണ്ടതാണ് ഞങ്ങൾ കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാം, ശത്രുക്കളടുത്ത് പോലും ഇതുപോണ കാര്യം, ഭയങ്കരമായിട്ടുള്ള ശത്രുക്കളടുത്ത് പോലും ഇതുപോണ കാര്യം പ്രവർത്തിക്കത്തില്ല. അത് സമ്മതിച്ച് തന്നേ നിന്നെ ഞങ്ങൾ കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല മാരാരിപണി അത്ര കുറഞ്ഞ പണിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരഭിപ്രായം പറഞ്ഞു, കണ്ടതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. കലയെക്കുറിച്ച് പറയാനും വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ഞാൻ കണ്ടതു പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനി കണ്ടിട്ട് ഇതിൻ്റെ മേളിൽ ഇനി എത്ര പേര് ചൊറിയാൻ വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഈ അനുവിന് കിട്ടിയ ട്രോഫി നിൻ്റെ കയ്യിലോട്ട് തന്നിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കഷ്ടപ്പാട് ഒരുപാടുണ്ട്. കഷ്ടപ്പെട്ടെങ്കിലേ നമുക്കൊരു സമ്മാനം മേടിക്കാനായാലും 10 രൂപ ഉണ്ടാക്കാനായാലും കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു വലിയ സ്റ്റേജിൻ്റെ മുന്നിൽ ചെന്ന് ശ്വേതാമേനോൻ എന്നൊക്കെ പറയുന്ന നടിമാരെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ തരുന്ന ഒരു സമ്മാനം വേണ്ടെന്ന് വയ്ക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാനിരിക്കുന്നവർ, നമുക്ക് പറഞ്ഞു തരുന്നവർ, അവരെല്ലാം വെറും ഊപ്പകളാക്കിയിട്ട് നിങ്ങളൊന്നും അല്ലാത്ത രീതിയിൽ അവിടെ കാണിച്ചിട്ട് ഇറങ്ങിപ്പോയ നിങ്ങളെയൊക്കെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളേ പറയാൻ. സമ്മതിച്ച് കേട്ടോ. എന്തായാലും പുറത്ത് PR കളിച്ച് നീ അകത്തും കയറി. എന്തുവാ ഇത്? സാധാരണ നമ്മളൊക്കെ ഒരു മനുഷ്യർക്ക് എത്ര ശത്രുക്കളായാലും നമ്മൾ ഒരു മനുഷ്യരെ വേദനിപ്പിക്കുമ്പോഴേ ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളുകൊണ്ട് നമുക്കൊന്ന് തോന്നുകയോ നമ്മൾ പറഞ്ഞത് കഷ്ടമായപ്പോൾ ഇത്രയും വേണ്ടിയില്ലായിരുന്നെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതുപോലുമില്ല. കട്ടപ്പേ എന്ന് വിളിച്ചപ്പോൾ നിനക്കങ്ങ് ഏതാണ്ട് അങ്ങ് ഒരു കട്ടപ്പ എന്ന് പറഞ്ഞാലേ ആ മനുഷ്യനെ, ആ കഥാപാത്രമാണ് ആ കഥയിൽ അഭിനയിച്ച് മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ജോലിയില്ല. മുന്നിൽ നിന്ന് അയാൾ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നെന്ന് പറഞ്ഞു. അവരടുത്ത് കൽപ്പിച്ചു അവനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ ആ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളിന് കുത്തി കട്ടപ്പയുടെ കൈ കിടന്നാൽ മരിച്ചു. അത് മനസ്സോടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്നല്ല, ജീവിതത്തിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണമെന്നല്ല. പക്ഷേ അതിനും മേലെ നീ മുന്നിലിരുന്ന് സംസാരിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിൽ കൂടി ആൾക്കാരടുത്ത് മൊത്തം ആ നൂറെ ആദിലെയും പിന്നെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. എന്നാലും അവർ ഈ അനുവായിട്ട് നല്ല കൂട്ടായതാണ്. നീ അവിടെ കയറി വന്ന് ശൈത്യ, നീ നൂറ, ആദില, ശാരിക, അവരെനിക്ക് ഞാൻ എന്തോരം കോമഡികളും പാട്ടുകളും കണ്ടൊരു. പക്ഷെ അവരിത്ര ഒരു കാര്യം ഉറപ്പായി, ഇങ്ങനൊരു ബിഗ് ബോസ് വന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയും പഠിക്കാൻ പറ്റി കേട്ടോ. നന്ദി ബിഗ് ബോസിനോട് തന്നെ എനിക്ക് നന്ദി. പിന്നെ ജയിച്ച അനുവിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. അനീഷേട്ടനോടും ഉണ്ട്. സെക്കൻഡ് സ്ഥാനമൊന്നും അത് മാത്രം മോശപ്പെട്ടില്ല. പക്ഷേ അനു ട്രോഫി നേടിയെങ്കിലും അനീഷേട്ടന് മനസ്സിൽ ട്രോഫി നേടി ഓരോരുത്തരുടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പം ശരി.